ഈ കാർട്ടൂൺ വന്ന വഴിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വരുന്ന വഴി എന്ന ഈ പങ്ക്തിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഒരു ചെറിയ മഴ പെയ്താൽ നഗരങ്ങൾ വെള്ളത്തിലടിയിലാകുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോഴുള്ളത്. ഇപ്പം നമുക്ക് പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നതിൽ സർക്കാരും കോർപ്പറേഷനുകളും അലസത കാണിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് പറഞ്ഞാൽ ഇവർ അംഗീകരിക്കത്തില്ല. ഇവർക്ക് ഒരുപാട് ക്യാപ്സൂളുകളും ന്യായീകരണങ്ങളും ഒക്കെ ഉണ്ട്. മഴ കൂടുതൽ വന്ന കാരണമാണ്, അല്ലെങ്കിൽ മഴയിൽ കൂടുതൽ വെള്ളം വന്ന കാരണമാണ്, അതെല്ലാം മറ്റേ മഴയുടെ അധിപനായ വരുണന്റെയോ ഒക്കെ കുഴപ്പം കാരണമാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായതെന്നൊക്കെ ഇവർ വേണമെങ്കിൽ തട്ടിവിടും. ഇവരുടെ കുറ്റം ഒരിക്കലും സമ്മതിക്കത്തില്ല. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം മേയർ ഈ മഴക്കാല പൂർവ്വ സമയത്തൊക്കെ ടൂറിലായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ടൂറിലായിരുന്നു. നമ്മുടെ സർക്കാരിന്റെ തലവന്റെ കാര്യം നമുക്കറിയാമല്ലോ. അദ്ദേഹം ഒരു ടൂറിൽ നിന്ന് വേറൊരു ടൂറിലേക്ക് ഇങ്ങനെ ടൂറുമായിരുന്നു. അപ്പൊ ഈ ശരിക്കും പറഞ്ഞ നാഥനില്ല കളരിയായിരുന്നു. ഈ അങ്ങ് മുകളറ്റം തൊട്ട് അങ്ങ് താഴെ വരെയും നാഥനില്ല കളരിയായിരുന്നു. പക്ഷെ ഇവരിതൊന്നും സമ്മതിച്ചു തരത്തില്ല. ഇവർ ഇവർ തലകുത്തി മറിഞ്ഞിട്ടും ഇങ്ങനെ സംഭവിച്ചെന്ന് അവർ പറയത്തുള്ളൂ. നമുക്കറിയാം, ഈ തിരുവനന്തപുരം നഗരത്തില് മറ്റേ സ്മാർട്ട് സിറ്റി എന്നും പറഞ്ഞ് ടൗണിലുള്ള ടൗണിൽ മാത്രമല്ല എല്ലാ റോഡുകളും കുഴിച്ച് കുളമാക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്തൊക്കെ വെള്ളം നമ്മുടെ സാധാരണ കുളത്തിനേക്കാളും കൂടുതൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഈ മഴ വന്നപ്പോഴത്തേക്കും. സമയബന്ധിതമായിട്ട് തീർക്കാനോ അത് നേരം വണ്ണം ചെയ്യാനോ ഒന്നും ഉള്ള സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ അതിനുള്ള മനസ്സോ ഒന്നും ഇവർക്കില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും നടന്ന ജനങ്ങൾ അതുവരെ കഷ്ടപ്പെട്ടോട്ടെ, ജനങ്ങൾ ഇതിനെല്ലാം വിധിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു തോന്നലാണ് അവർക്കുള്ളത്. അപ്പൊ ഈ അവസരത്തിലാണ് നമ്മൾ ഈ കാർട്ടൂണുമായിട്ട് മുന്നോട്ട് വരുന്നിരിക്കുന്നത് ഇന്നത്തെ പങ്ക്തിയിൽ. അതായത് കാലൻ ഒരു ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ആ കാലിന്റെ പോത്തിന് പോലും നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. പോത്തെന്ന് പറയുന്നത് വെള്ളത്തിൽ കിടക്കുന്ന ഒരു മൃഗമാണ്. ആ പോത്തിന് പോലും നടക്കാൻ പറ്റത്തില്ല ഈ തലസ്ഥാനത്തെ റോഡിലുള്ള വെള്ളം കാരണം. അപ്പൊ അതുകൊണ്ട് കാലൻ ഒരു ബോട്ട് എടുത്തിട്ട് ആ ബോട്ടിനകത്ത് പോത്തിനെ വെച്ച് അതിന്റെ പുറത്ത് കാലിനിരുന്നിട്ടാണ് ഈ ആത്മാവിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ എന്നിട്ട് കാലന്റെ മനസ്സിലുള്ള വിചാരമാണ് നമ്മുടെ നരകമൊക്കെ ഇതിനേക്കാൾ എത്രയോ ഭേദമെന്നാണ് കാലം വിചാരിക്കുന്നത്. അപ്പൊ ഈ കാർട്ടൂൺ ഒരു കുറച്ച് എക്സാജറേഷനാണ്, കുറച്ചല്ല കൂടുതൽ എക്സാജറേഷനാണ്. ഈ മറ്റേ കാലൻ ഉണ്ടോ ഇല്ലെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം മിത്താണ്. അങ്ങനെ നമ്മുടെ ഒരു സങ്കല്പത്തിലെ ഒരു കാലൻ എന്ന സങ്കല്പമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ തലസ്ഥാനത്ത് വന്നാൽ എങ്ങനെ ഇരിക്കും, അത് എങ്ങനെ റിയാക്ട് ചെയ്യും ഈ അവസ്ഥയിൽ എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതായത് സ്മാർട്ട് സിറ്റിയാണ് സ്മാർട്ട് സിറ്റി എന്ന് നടപ്പാക്കാനാണ് നമ്മൾ ഇത്രയും ഈ ദുര്യോഗങ്ങൾ സഹിക്കുന്നത്. അപ്പം നാളെ ഒരു നല്ല കാലം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കണമെന്നാണ് നമ്മുടെ മന്ത്രിമാരൊക്കെ പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹപൂർവമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. അതിൻ്റെ ഫൈനൽ തന്നെ നേരത്തെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ പിന്നെ റഫിന് പ്രസക്തിയില്ല, എന്നാലും റഫ് ഇടുന്ന കാണുന്നത്. ഇതാണ് കാലൻ്റെ ബോട്ട്. ഒരു വള്ളത്തിൽ കാലൻ ബോട്ടിനെ കയറ്റി വെച്ചുകൊണ്ട് വരികയാണ് ആത്മാവിനെ കൊണ്ടുപോയി. നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം.
ഈ കാലൻ എൻ്റെ ഒരു ഇഷ്ട കഥാപാത്രമാണ്. മിക്കവാറും ഒരുപാട് പൊളിറ്റിക്കൽ സംഭവങ്ങളിൽ കാലനെ ഒരു കഥാപാത്രമാക്കി ഞാൻ കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ ഇൻസേർട്ട് ചെയ്ത ചെറിയ ചെറിയ കാർട്ടൂണിനകത്തൊക്കെ ഈ കാലനെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കാലനെ പരാമർശിക്കേണ്ടത് തന്നെയാണ്. അതായത് നമ്മൾ ഈ നരകത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ശിക്ഷാവിധികളെക്കാളുമൊക്കെ എത്രയോ കടുത്ത ശിക്ഷാവിധികളാണ് നമ്മൾ കേരളീയർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ നൂൽപ്പാലത്തെ കൂടെ നടക്കുന്നതും മറ്റേ തിളപ്പിച്ച് എണ്ണയിലിട്ട് വറക്കുമെന്നൊക്കെ പറയുന്നതിനേക്കാളുമൊക്കെ കഠിനമായ യാത്രയാണ് നമ്മുടെ റോഡുകളിൽ നമ്മളെ തേടി ഇരിക്കുന്നത്. ഈ ചില സ്ഥലങ്ങളിൽ റോഡുകളിൽ ഈ മറ്റേ 2 വീലറിലൊക്കെ പോകുമ്പം മറ്റേ നൂൽപ്പാലത്തെ കൂടെ സഞ്ചരിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ റോഡിലേക്ക് ഇറങ്ങിയപ്പം ഞാൻ ഇവിടെ വന്ന് വൈഫിനോട് പറയുകയുണ്ടായി, എനിക്കിനി നരകത്തിൽ ചെന്നാൽ നൂൽപ്പാലത്തെ കൂടെ നടക്കാനും വളരെ പെട്ടെന്നായിരിക്കും. അത്രയ്ക്ക് സാഹസികമായിട്ടാണ് ഞാൻ 2 വീലറിൽ ഒരു റോഡിൽ നിന്ന് ഇപ്പുറത്ത് കടന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ സത്യം പറഞ്ഞാൽ ഈ ഐഡിയ എൻ്റെ മനസ്സിലോട്ട് വന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ചത്തെ കാർട്ടൂൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തൽക്കാലം ഇവിടെ പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.